ഉത്തർപ്രദേശിലെ ട്രെയിൻ പാളം തെറ്റി 4 മരണം. ചണ്ഡീഗഡ് ദ്രീബുഗഡ് ദിൽബർഗ് എക്സ്പ്രസിന്റെ കോച്ചുകൾ പാളം തെറ്റിയത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? വിശദാംശങ്ങൾ. അതിര ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 ഈ ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 14ഓളം വരുന്ന കോച്ചുകൾ പാളത്തിൽ നിന്ന് തെന്നി മാറുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 4 AC കോച്ചുകൾ അടക്കമുള്ള 4 കോച്ചുകൾ പൂർണ്ണമായും പാളത്തിൽ നിന്ന് മാറി അപ്പുറത്ത് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ഇതിലിപ്പോൾ മരണസംഖ്യ 4 ഉയർന്നിട്ടുണ്ട്. നേരത്തെ 2 മരണവും അതുപോലെ തന്നെ 20 മുകളിൽ ആളുകൾ ഗുരുതരമായ പരിക്കുകളുടെ ആശുപത്രിയിലുമായിരുന്നു. ഇതിൽ 2 പേർ കൂടി മരിച്ചതോടെ ഇപ്പോൾ 4 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രി തന്നെയാണ് ഈ വിവരം ഓഫീസ് ഓഫ് ദ റിലീഫ് കമ്മീഷണറോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും 20-ലധികം ആളുകൾ ആശുപത്രിയിൽ തുടരുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തിൽപ്പെട്ട ട്രെയിനിലുണ്ടായിരുന്ന ആളുകളെ മാറ്റുന്നതിനായുള്ള റെസ്ക്യൂ ട്രെയിൻ ഇപ്പോൾ ജുലാഹി സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് തന്നെ മറ്റൊരു പാളത്തിലെത്തിയ ഈ ട്രെയിനിൽ യാത്രക്കാരെ കയറ്റുകയും അവിടെ നിന്ന് യാത്രക്കാരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചണ്ഡീഗഡിൽ നിന്ന് ആസാമിലെ ദിബ്രുഗഡിലേക്ക് പോയിരുന്ന എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഇത് സിഗ്നൽ സംവിധാനത്തിൽ പിഴവാണോ അതോ മറ്റെന്തെങ്കിലും ആക്സിഡന്റിന്റെ ഭാഗമായി ഈ ലോക്കോ പൈലറ്റ് അമിത വേഗത്തിൽ ബ്രേക്ക് ചവിട്ടിയതോ മറ്റോ ആകാമെന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തലുള്ളത്. എന്തായാലും ഗോണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ പിന്നിട്ട ശേഷമാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അടുത്ത റെയിൽവേ സ്റ്റേഷനായ ജുലാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ഇത്തരത്തിൽ 14ഓളം കോച്ചുകൾ പാളത്തിൽ നിന്ന് തെന്നി മാറണമെങ്കിൽ ട്രെയിൻ വളരെയധികം വേഗതയിലായിരിക്കണം വന്നിട്ടുണ്ടാവുക. എങ്കിൽ മാത്രമേ ഇത്രയധികം കോച്ചുകൾ പാളം തെറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേഷൻ മുന്നിലുണ്ടായിട്ടും ഈ ട്രെയിൻ അമിത വേഗതയിൽ എത്തിയതാകാം പാളം തെറ്റാൻ കാരണം എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. നിലവിൽ പോലീസിനൊപ്പം തന്നെ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 4 ദുരന്ത നിവാരണ സേനയുടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങളും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ NDRFന്റെ 2 സംഘങ്ങളും ഇപ്പോൾ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. 15-ലധികം ആംബുലൻസുകൾ ഈ പരിക്കേറ്റവരെയും മറ്റും വഹിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയരുമോ എന്നൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ചണ്ഡീഗഡിൽ അവിടെ ഗോണ്ടയ്ക്ക് അടുത്തുള്ള ആശുപത്രികളിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രികളോടും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളോടും ഒരുങ്ങിയിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ തന്നെ വിചാരിക്കുന്നതിലും അധികം ആളുകൾ എത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ജീവൻ രക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ളവ തയ്യാറാക്കി വെക്കാൻ UP മുഖ്യമന്ത്രി ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്നവരിൽ തന്നെ ഏതാണ്ട് 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. ജീവൻ രക്ഷാ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് കഴിഞ്ഞ മാസം ഇതേ സമയത്ത് തന്നെ 17-ാം തീയതി മറ്റും കാഞ്ചൻജംഗ എക്സ്പ്രസിൽ നിന്നും ഇത്തരത്തിലൊരു കൂട്ടിയിടിച്ച അപകടമുണ്ടായിരുന്നു. അതിനു മുൻപും കഴിഞ്ഞ വർഷം തൊട്ട് ഈ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണം എടുത്താൽ അത് നിരവധിയാണ്. ഇത്തരത്തിൽ ഈ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അപകടവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അപകട കാരണം വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്ന് തന്നെ കരുതാം. ആതിര. ശരി അതുല്യ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ്